ഹായ് ഗായ്സ്, എൻ്റെ ഫേസിൽ നിന്ന് എന്തോ ഒരു കുറവുണ്ടല്ലേ. യെസ്, ഞാൻ എൻ്റെ ഐബ്രോ ഫിൽ ചെയ്തിട്ടില്ല, അതാണ് ഒരു കുറവുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഐബ്രോസ് ഇങ്ങനെ മാറ്റിയെടുക്കാമെന്ന് കണ്ടാലോ, ഈസി ആയിട്ട്. ബാ നമുക്ക് കണ്ടു നോക്കാം. ഞാനിതാ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്നത്. ദ ബെസ്റ്റ് ഐബ്രോ കിറ്റ് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട്. ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, കിട്ടുന്നില്ല. ഇപ്പോൾ ഞാനിതാ ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും നല്ല അടിപൊളി ഒരു ഐബ്രോ കിറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യാമെന്ന് കണ്ടാലോ. അതാ ഇതിൽ 4 ഷെയ്ഡ്സാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഈ ലാസ്റ്റത്തെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് മാത്രം നമുക്ക്, എനിക്കത് മതി. നിങ്ങൾക്ക് എങ്ങനെ ഐബ്രോന്ന് വെച്ചാൽ അതുപോലെ സ്യൂട്ട് ആവുന്ന പോലെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ട് ഇടാൻ പറ്റും. അതിന് ഇങ്ങനെ ഒരു ബ്രഷ് വരുന്നുണ്ട്, അടിയിൽ അതുപോലെ തന്നെ ഒരു സ്പൂളി വരുന്നുണ്ട്. നല്ല ബ്രഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം നമ്മൾ ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്, എനിക്ക് അത് മാച്ചായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐബ്രോൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കുറച്ച് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് ഫിൽ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ മേലെയും താഴെയും നമ്മളൊരു ലൈൻ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എവിടുന്ന് മുതലാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ മൊത്തം നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മളുടെ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട് നല്ല ഷേപ്പിലായിരിക്കുന്നതെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും. എൻ്റെ ഐബ്രോസൊക്കെ ഞാൻ തന്നെയാണ് ഷേപ്പ് ചെയ്യുക. ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഞാൻ തന്നെ അത് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അതാ കണ്ടോ, ഞാൻ അടിയിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിൽ മൊത്തം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരും. അതുപോലെ ആ ഫസ്റ്റ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ആ മേലേക്കാണ് നമ്മളുടെ ആ ഹെയർ പോകുന്നത്, അപ്പം മേലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എഴുതിയൊരു, അതായത് നമ്മൾ വരച്ചൊരു ഫീല് വരില്ല, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിലുള്ള സ്പൂളി വെച്ചിട്ട് ഒന്ന് ഈരി കൊടുക്കുക ഐബ്രോസ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. ലാസ്റ്റ് നമുക്ക് ഉള്ളിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഫില്ലാവാതെ ഗ്യാപ്സ് കാണുന്നത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ആ പൗഡർ എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. കണ്ടോ, എൻ്റെ ഐബ്രോ പിന്നെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതാ സ്പൂളി വെച്ചിട്ട് ഞാനൊന്ന് ഈരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ കിട്ടും. കണ്ടോ, എൻ്റെ അപ്പുറത്തെ ഐബ്രോയും ഇപ്പുറത്തെ ഐബ്രോയും കണ്ടോ, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ ഐബ്രോ കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ അപ്പുറത്തെ ഐബ്രോയും ഞാൻ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റുള്ള ഐബ്രോയും ഇപ്പോഴുള്ള ഐബ്രോയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഞാനിത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് എവിടെയാണ് നമ്മുടെ ഐബ്രോസിൽ നമ്മൾ ഫില്ല് ചെയ്ത സ്ഥലത്ത് ഗ്യാപ്പ് എവിടേക്കാണുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ പൗഡർ എടുത്തിട്ട് നമ്മൾ ഐബ്രോൻ്റെ ആ ഗ്യാപ്പിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ സ്പൂളി എടുത്തിട്ട് ഒന്ന് ഇരി കൊടുത്താൽ മതി. അതവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഐബ്രോൻ്റെ താഴെയും മേലെയും ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് ഡിഫൈനായിട്ട് കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോഴാണ് ആ ഒരു ഡിഫൈനായിട്ടുള്ള ഒരു ഐബ്രോ കിട്ടുന്നത് നമുക്ക്. കാരണം നമ്മുടെ മേലെയും താഴെയും ഒക്കെ ആ ഒരു ബ്ലാക്ക് ആ ഒരു കളർ ഉണ്ടാവും. ആ കളർ അങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മുടെ ഐബ്രോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഈ ഒരു ഐബ്രോ കിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐബ്രോ കിറ്റാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഐബ്രോ കിറ്റാണ്. ഇത് വാങ്ങിയാൽ കുറച്ച് അധികം കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക്